മാസ്ട്രുബേഷന്റെ കാര്യം പറയുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയാം. അതായത് ഒരു പുരുഷന്റെ ശരീരത്തിന് അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എന്നാൽ അത് കൊള്ളില്ല, ശരീരത്തിന് അത് കേടാണ് എന്ന് പറയുന്നവരുണ്ട്. ഏതാണ് റൈറ്റ്? മാസ്റ്റർബേഷൻ വളരെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് എപ്പോഴും ഒരു പുരുഷനൊരു റിലീസ് വേണം. അപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാത്ത, ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത പുരുഷന് എങ്ങനെയെങ്കിലും റിലീസ് കിട്ടാനായിട്ട് മാസ്റ്റർബേഷൻ, സ്വയംഭോഗം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓവറാകാൻ പാടില്ല. പലപ്പോഴും ഈ കാലഘട്ടത്തിലുള്ള പുരുഷന്മാർക്ക് ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ല, മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഓവർ സ്റ്റിമുലേഷൻ കാരണം പലപ്പോഴും അവരുടെ മാസ്റ്റർബേഷൻ കൈവിട്ട് പോകാറുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പ്രാക്ടീസ്. പക്ഷേ ഓൺ ആൻഡ് ഓഫ് വല്ലപ്പോഴുള്ള മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ഫിസിയോളജിക്കലാണ്, ആസ് പെർ സയൻസ് ആയിട്ട്. അതിൻ്റെ ഒരു എത്തിക്കൽ വശമുണ്ട്. വശത്തെ പറ്റി എനിക്കങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിരിക്കും. അതാണ്. പിന്നെ അത് മോശമാണെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്നത്. അതെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വളരെ എനിക്കൊരു ഫ്രീക്വൻസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഇത്രയും സമയം ചെയ്യുന്നത് നല്ലതാണ് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മാസ്റ്റർബേഷൻ ഹെൽത്തിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേംസ് പുറത്തോട്ട് വരും. സ്പേംസ് പുറത്തോട്ട് പോയാലാണ് പുതിയ സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. സോ ആസ് മച്ച് ആസ് പോസിബിൾ ഇപ്പോൾ ഈ പറഞ്ഞൊരു ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു പ്രായവും അതിനുള്ള സാഹചര്യവും അതിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയൊക്കെ വരാണെങ്കിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടു എ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഒരു മാരേജിലോട്ട് കയറാൻ നോക്ക്. അപ്പോൾ അതാകുമ്പോഴേക്കും നമുക്ക് റെഗുലറായിട്ട് ഒരു പുരുഷന് അവരുടെ ഇജാക്കുലേഷൻ നടക്കുന്നു. റെഗുലറായിട്ട് നടക്കുമ്പോഴേക്കും എന്താ സംഭവിച്ചാൽ ന്യൂ സ്പേംസ് വരുന്നു, ഡിഫക്റ്റീവ് ആയിട്ടുള്ള സ്പേംസ് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ സെക്ഷൽ ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റും. ഓക്കെ, മനസ്സിലായി. ഇപ്പം നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കാരണം പുരുഷന്മാരിൽ മേജർലി കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, അതായത് ഡോക്ടറുടെ അടുത്തേക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസുമായിട്ടാണ് ആൺകുട്ടികൾ വരുന്നത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് പറയുന്നത് കൂടുതൽ ഒരു കപ്പിൾസിനെ ബാധിക്കുന്ന രീതിയിലാണ്. അതായത് അവർക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റുന്നില്ല, ഇവാലുവേറ്റ് ചെയ്ത് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ. പിന്നെ പൊതുവെ പുരുഷന്മാരെ ബാധിക്കുന്നതാണ് ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ബലക്കുറവ്, ഉദാഹരണക്കുറവ്, പിന്നെ ശീഘ്രസ്ഖലനം. ഇതാണ് മെയിനായിട്ട് പുരുഷന്മാർ നമ്മുടെ ഒപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഒപ്പിൽ പ്രധാനമായിട്ട് അവർ അവതരിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത് ഇതെന്തുകൊണ്ട് വരുന്നു? പണ്ട് കാലത്ത് എന്ന് പറയുമ്പോഴേക്കും ഈ സ്ത്രീകൾക്ക് മെനോപോസ് നമ്മൾ പറയുമല്ലോ, അതായത് ആർത്തവവിരാമം, അവരുടെ പീരിയഡ്സ് നിൽക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഒരു ആൻഡ്രോപോസ് ഉണ്ട്. യെസ്, ആൻഡ്രോപോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലയളവ് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് എന്നുള്ളതല്ല. സ്ത്രീകൾക്ക് നമ്മൾ 45 +or-5 എന്നാണ് നമ്മൾ പറയാറുള്ളത്. പുരുഷന്മാർക്ക് അങ്ങനെ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഇല്ല. എന്നിട്ട് തന്നെ ഒരു 55 ഇയേഴ്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് പുരുഷന്മാർക്കും ഒരു ആൻഡ്രോപോസ് വരാം. ഈ ആൻഡ്രോപോസ് വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽസ് ശരീരത്തിൽ കുറഞ്ഞു വരുന്നു. ആ കുറഞ്ഞു വരുമ്പോൾ അവർ സെക്ഷൽ ഡിസൈഡ്, അവർ ലിബിഡോ, അവരുടെ പെർഫോമൻസ് ഇഷ്യൂസ് എല്ലാം വളരെയധികം പ്രൊണൗൺസ്ഡ് ആയിട്ട് വരുന്നു, കൂടുതലായിട്ട് വരുന്നു. അവർ ഉദാഹരണക്കുറവുണ്ടാവും, ലൈംഗിക പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം വെച്ചാൽ ആൻഡ്രോപോസ് വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്കത് 30-കളിൽ 40-കളിലെല്ലാം പുരുഷന്മാർക്ക് വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അത് പുരുഷ ലിംഗ ബലഹീനത. അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സ് വളരെ വലിയൊരു ഫാക്ടറാണ്. രണ്ടാമത് മാരിറ്റൽ ഇഷ്യൂസ്. ഇതെല്ലാം അതിൻ്റെ ഒരു സോഷ്യൽ വശങ്ങൾ. ഇന്നും തന്നെ പണ്ട് കാലത്ത് ഇല്ലാത്ത രീതിയിലുള്ള മാരിറ്റൽ ഇഷ്യൂസാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെഡിക്കലി നമ്മൾ പറയുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലത്തെ അൺഹെൽത്തി ഡയറ്റ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈല്, പിന്നെ പ്രമേഹ രോഗമുള്ളവരിൽ ഈ പറഞ്ഞ പോലെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ നേരത്തെ വരാം. പലപ്പോഴും ഒരു 38 വയസ്സിൽ ഒരു 37 വയസ്സുകാരന് ലിംഗ ഉദാഹരണക്കുറവുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാവും ആ രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു പുരുഷന് പ്രമേഹ രോഗം ഉണ്ടെന്നുള്ളത്. പലപ്പോഴും പ്രമേഹ രോഗത്തിൻ്റെ ഫസ്റ്റ് അടയാളമാണ് ലിംഗ ഉദാഹരണക്കുറവ്. അതെ. അപ്പോൾ അതൊക്കെയാണ് പല കാരണങ്ങൾ. പിന്നെ നമ്മൾ മഞ്ജുജി നേരത്തെ പറഞ്ഞ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം ഒരു പരിധിവരെ ലിംഗ ഉദാഹരണക്കുറവ് ഉണ്ടാക്കാനുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. പിന്നെ മറ്റേതാണ് ശീഘ്രസ്ഖലനം കുറച്ചും കൂടി ഒരു സെൻസേഷൻ, ആ ഒരു സ്പർശനത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. അതായത് അവർക്ക് ആവശ്യത്തിന് അവർക്ക് ആ ഒരു എറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ പാർട്ട്ണറിനെ പ്ലീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടുമാണ് മെയിനായിട്ട് സെക്ഷൽ പ്രോബ്ലംസ് ആയിട്ട് പുരുഷൻ ഒരു യൂറോളജിസ്റ്റിൻ്റെ ഓഫീസിൽ വരുന്നത്. അതെ. ഇപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ, അത് ഒരു പുരുഷന്റെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. തീർച്ചയായിട്ടും. ഈ ടെസ്റ്റോസ്റ്റെറോൺ എങ്ങനെയാണ് അത് കുറഞ്ഞു പോകുന്നത്? അതായത് പുരുഷ ശരീരത്തിൽ ഇപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ അത് കുറയുന്നു, ഓക്കെ, ഒരു 45+ അല്ലെങ്കിൽ ഒരു 50+ വരുമ്പോൾ ഇതിന്റെ ലെവൽസ് കുറയും. അതല്ലാണ്ട് ഇപ്പൊ ചെറിയ പ്രായം കുറഞ്ഞ പയ്യന്മാരിൽ ഉൾപ്പെടെ അതിന്റെ ലെവൽസ് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? ഈ ടെസ്റ്റോസ്റ്റെറോണിന്റെ പ്രിക്കഴ്സർ എന്ന് പറയാം. ഈ ടെസ്റ്റോസ്റ്റെറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ്? അത് കൊളസ്ട്രോളിൽ നിന്നാണ്. കൊളസ്ട്രോൾ നമ്മൾ പറയുന്നത് സർവ്വസാധാരണ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോയി, രാവിലെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോയി. ഈ കൊളസ്ട്രോളിൽ നിന്നാണ് ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ, നമ്മൾ ആ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ ആ ഒരു ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. HDL നല്ല കൊളസ്ട്രോൾ, LDL മോശം കൊളസ്ട്രോൾ, VLDL വീണ്ടും മോശം കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് മോശം കൊളസ്ട്രോൾ. ഈ നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ മാത്രമാണ് നല്ല ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽസ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക എന്നുള്ളത് വളരെയധികം അനിവാര്യമാണ്. അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നട്ട്സിലുണ്ട്, അവക്കാഡോയിലുണ്ട്, പിന്നെ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ പോൾട്രി
ഡയറി പ്രോഡക്ട്സിനകത്തുണ്ട്. പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമുക്ക് ഫിഷിൽ നിന്ന് കിട്ടാൻ പറ്റും. ഇതെല്ലാം നല്ല ഹെൽത്തി സോഴ്സസ് ഓഫ് കൊളസ്ട്രോൾ ആണ്, ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളിൻ്റെ നല്ല സോഴ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ, ഒരു പുരുഷന് നല്ല രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അകത്ത് ജീവനുള്ള ഒരു എൻറ്റിറ്റിയാണ് മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ. അപ്പോൾ പലപ്പോഴും പല കാരണങ്ങൾ കാരണം ഈ ടെസ്റ്റോസ്റ്ററിൻ്റെ ഹോർമോൺസ് കൂടാം കുറയാം. ആ പല കാരണങ്ങളും നമ്മൾ പറഞ്ഞ പോലത്തെ നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, അതായത് നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി ഇതെല്ലാം മോശമാകുമ്പോഴേക്കും അത് വരാം. സ്ട്രെസ്സ് വരുമ്പോൾ വരാം, മാരിറ്റൽ ഇഷ്യൂസ് വരുമ്പോൾ വരാം. പിന്നെ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോഴേക്കും, മരുന്നുകളൊന്നും മാത്രമല്ല, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കാരണം വരാം. അങ്ങനെ പല കാരണങ്ങൾക്കാളും ടെസ്റ്റോസ്റ്ററിൻ്റെ അളവ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും ഒരു ഹോർമോൺസിൻ്റെ ഡോക്ടറിനെ അല്ലെങ്കിൽ യൂറോളജി ഡോക്ടറെ അടുത്ത് പോകുമ്പോഴേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിലെ കാരണം മനസ്സിലാക്കാൻ പറ്റും. ഈവൻ തലച്ചോറിൻ്റെ ട്യൂമേഴ്സ് വരെ ടെസ്റ്റോസ്റ്ററിൻ്റെ അളവ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതെ. അപ്പൊ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് ആക്ച്വലി ഉള്ളിലെ ശരീരത്തിലെ പ്രശ്നത്തിനെ ഡിറ്റക്ട് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാരണം കണ്ടുപിടിച്ചാൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ട്രീറ്റബിൾ ആണ്. അതെ. ക്യൂറബിൾ ആണ്. അതെ. ഓക്കെ. ഈ ടെസ്റ്റോസ്റ്ററോൺ ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണലി നമുക്കത് കൂട്ടാനുള്ള സപ്ലിമെന്റ്സ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അത് ആളുകൾ ഇപ്പൊ ഓവർ ദി കൗണ്ടർ എടുക്കുന്നതാണോ? ഇസ് ഇറ്റ് സേഫ്? ഇറ്റ്സ് സേഫ് പ്രൊവൈഡഡ് ആ ഒരു സൂപ്പർവിഷൻ, ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രം എടുക്കുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ആണ് നമുക്കൊരു റിപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ, പ്രത്യുൽപാദന ശേഷി ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ. നമുക്ക് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഹോർമോണിന് മാത്രമാണ് അതിനുള്ള കഴിവുള്ളൂ. നമ്മൾ പുറത്ത് നിന്നിട്ട് ഒരു സപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ അകത്തോട്ട് കയറുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മസിൽ മാസ് കൂടും, ബോഡി ബിൽഡേഴ്സിന് നല്ലതാണ്. 2, സെക്ഷൽ ഡിസയർ കൂടും. പിന്നെ ഒരു പരിധി വരെയൊക്കെ മൂഡൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അത് ഹൃദയാഘാതം, അതായത് ഹാർട്ട് അറ്റാക്ക്, മസ്തിഷ്കാഘാതം, അതായത് സ്ട്രോക്ക്, ഇതാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതെ. അപ്പോൾ ഇതൊന്നും ഇല്ല നമുക്ക് ഉറപ്പ് വരുത്തണം ഈ സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോഴേക്കും. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്. കാരണം ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് വെച്ചാൽ രക്തത്തിനെ കട്ടിയാക്കുമ്പോഴേക്കും ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ വളരെ അനിവാര്യമാണെങ്കിൽ മാത്രം നമ്മളത് കൊടുക്കാം. കാരണം പലപ്പോഴും ഈ ആൻഡ്രോപ്പോസ്, അത് ഏർലി ആൻഡ്രോപ്പോസ്, നേരത്തെ തന്നെ പൗരുഷത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത്, ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറഞ്ഞു വരുമ്പോൾ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റേഷൻ, ഹോർമോൺ സപ്ലിമെൻറ്റേഷൻസ് വേണ്ടി വരാറുണ്ട്. കൂടുതൽ എൻഡോക്രോളജി ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരം ആൾക്കാരിൽ നമ്മളിത് സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറേ ബുദ്ധിമുട്ട് അവർ മാറിക്കിട്ടും. പക്ഷേ മറ്റേത് രണ്ടും, അതായത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായിട്ടുള്ള ഈ ആഘാതങ്ങൾ, ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം, ഇതൊന്നും ഇല്ല നമുക്ക് ഉറപ്പ് വരുത്തണം. അതെ. പിന്നെ ഓവർ ദ കൗണ്ടറായിട്ട്, അതായത് കടയിൽ പോയിട്ട് മേടിക്കുന്ന രീതിയിൽ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക, അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ നോക്കുക, അതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്.